blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 1-ാം തീയതിയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷ നടക്കുന്ന പരീക്ഷാകാലമാണ് മാർച്ച് മാസം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ബ്ലെസ്സിംഗ് ടുഡേ ടീം അംഗങ്ങളൊക്കെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഒക്കെ നൽകുന്ന ഒരു മാസമാണ് ഈ മാസം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ളവരുണ്ടെങ്കിൽ ഇന്നത്തെയും ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന എത്ര പഠിക്കുവാനുണ്ടെങ്കിലും സമയമില്ലെങ്കിലും സാധിക്കുമെങ്കിൽ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുകാരാകണം എന്ന് ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. കാരണം ബൈബിൾ പറയുന്ന ദൈവത്തോടുള്ള ഭക്തി, യഹോവ ഭക്തി, അത് ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നടക്കുന്ന എപ്പിസോഡുകളിൽ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ എല്ലാ മാതാപിതാക്കളും കുട്ടികളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറാക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അതിനു മുൻപായിട്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ സാമ്പത്തിക സഹായികൾ എന്നുള്ള 3 പേർ കൂടി ചേർന്നിട്ടാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇളംകുളത്ത് നിന്ന് കർത്താവെ റോയിക്കും സിസിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഏറ്റവും നല്ല ഒരു റിട്ടയർഡ് ലൈഫ് കർത്താവെ, നീ അവർക്ക് സമാധാനപരമായൊരു ജീവിതം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിപ്പാട് നിന്നുള്ള ഇന്ദിരാ ഗോപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മകൻ സുനിൽ കുമാറിനും ഭാര്യ ലക്ഷ്മിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒരു നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ്, മുംബൈയിൽ നിന്ന് KM ജോസഫിന് വേണ്ടി, ജൂലി ജോസഫിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, KM ജോസഫിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലീലാമയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ രോഗങ്ങളിൽ നിന്നും കർത്താവ് വിടുവിക്കണമേ, നല്ല ആരോഗ്യം കൊടുത്ത് അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ 3 സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേര് ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി സമൃദ്ധമായി ഈ വരുന്ന ദിവസങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നോർത്ത് പറവൂർ മാർച്ച് 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വ്യാപാര ഭവൻ, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പുനലൂർ മാർച്ച് 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബനേസർ ഓഡിറ്റോറിയം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായിതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. Acts chapter 2 verse number 17. അപ്പോസ്തലപ്രവൃത്തികൾ 2:17. In the last days God says, I will pour out my spirit on all people. Your sons and daughters will prophesy. Your young men will see visions. Your old men will dream dreams. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. Even on my servants, both men and women, I will pour out my spirit in those days and they will prophesy. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഉറക്കെ പറഞ്ഞ അന്ത്യകാലത്ത്. വീണ്ടും എപ്പോഴാണ് ഇത് നടക്കുന്നത്?
What do you mean by last days? എന്താണ് അന്ത്യകാലം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? Joel the prophet said, in the last days I will pour out my spirit upon all flesh. യോവേൽ പ്രവാചകൻ പറയാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. Peter the apostle stood up and said, this is what Joel the prophet prophesied. പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് പറയുകയാണ്, യോവേൽ പ്രവാചകൻ പറഞ്ഞത് ഇതാ ഇവിടെ സംഭവിക്കുകയാണ്. Apostle Peter spoke it on the day of Pentecost. പെന്തക്കോസ്ത് ദിവസമാണ് പത്രോസ് അപ്പോസ്തലൻ എന്ന് പറഞ്ഞത്. That means on the day of Pentecost the last days came. അതിന്റെ അർത്ഥം പെന്തക്കോസ്ത് ദിനത്തിൽ ഇതാ അന്ത്യകാലം ആരംഭിച്ചു. The last days are not the last week of the human history. മനുഷ്യ ചരിത്രത്തിന്റെ അവസാനത്തെ ആഴ്ചയല്ല അന്ത്യകാലം എന്നറിയപ്പെടുന്നത്. The last days means from the Jesus first coming to the second coming. യേശുവിൻ്റെ ഭൂമിയിലേക്ക് യേശു വന്ന ആദ്യമായി വന്നതിന്റെ ദിവസം മുതൽ യേശുവിന്റെ രണ്ടാം വരവിന്റെ ദിവസം വരെയാണ് അന്ത്യകാലം. More clearly speaking, it starts on the day of Pentecost. It will go up to the second coming of Jesus. കുറച്ചുകൂടി വ്യക്തമായി ഞാൻ പറഞ്ഞാൽ പെന്തക്കോസ്ത് ദിനത്തിൽ അത് ആരംഭിച്ച് ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ രണ്ടാം വരവിന്റെ ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ് അന്ത്യകാലം. That means many hundreds of years. അതിന്റെ അർത്ഥം നൂറുകണക്കിന് വർഷങ്ങൾ ഇതിനിടയിലുണ്ട്. Around 2000 years now. ഇപ്പോൾ ഏകദേശം 2000 വർഷമായി. We are still in the last days. നമ്മൾ ഇപ്പോഴും അന്ത്യകാലത്തിലാണ്. And we all know that the second coming of Jesus is so close. നമുക്ക് എല്ലാവർക്കും അറിയാം യേശുവിന്റെ രണ്ടാം വരവ് അടുത്തിരിക്കുകയാണ്. That means we are living in the last days of the last days. നമ്മൾ അന്ത്യകാലത്തിന്റെ അവസാന കാലങ്ങളിലാണ് ജീവിക്കുന്നത്. Hallelujah. Hallelujah. See, we are so close to the Lord. അതുകൊണ്ട് നാം കർത്താവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. Shout hallelujah. Hallelujah. So Peter said, today the prophecy of Joel has fulfilled. പത്രോസ് പറയുകയാണ്, യോവേൽ പ്രവാചകൻ പറഞ്ഞത് ഇതാ നിവൃത്തിയായിരിക്കുന്നു. Hallelujah. Hallelujah. So he was saying, today begins the last days of God's work on earth. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ അന്ത്യകാലം ഇതാ ആരംഭിച്ചിരിക്കുന്നു. Today begins the last days of human history. മനുഷ്യ ചരിത്രത്തിൽ ഇതാ അന്ത്യകാലം എന്നത് ആരംഭിച്ചിരിക്കുന്നു. Today begins the last days of the dispensation of the age of grace. കൃപായുഗത്തിന്റെ ആദ്യത്തെ ദിനം ഇതാ ആരംഭിച്ചിരിക്കുന്നു. Today begins the last days of God's plan for human history. മാനവ ചരിത്രത്തിന്റെ ദൈവിക പദ്ധതിയുടെ ആദ്യ നാൾ ഇത് ആരംഭിച്ചിരിക്കുന്നു. Say hallelujah. ഒരു ഹല്ലേലൂയ. The last days will also include the last days of God's judgment on earth. ഈ അന്ത്യകാലം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയുടെയും ഒരു ആരംഭമാണ്. But at the same time, the last days include the days of great salvation of God. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വലിയ രക്ഷയുടെ ദിനം കൂടെയാണ് അന്ത്യകാലം എന്നത്. On one side, so many unwanted things will be happening. On the other side, so many people will be getting saved. ഒരു ഭാഗത്ത് വളരെ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മറുഭാഗത്ത് നിരവധി ആളുകൾ ഇതാ കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. The Bible says, whoever calls on the name of the Lord shall be saved. വചനം പറയുന്നു, അവന്റെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. Hallelujah. Hallelujah. It's our duty to make people call upon the name of Jesus. നമ്മുടെ കർത്തവ്യം എന്നത് ആളുകളെ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനായി ഒരുക്കുക എന്നതാണ്. Ask our children to call upon the name of the Lord. നമ്മുടെ മക്കളോട് പറയുക, കർത്താവിനെ വിളിക്കുക. Hallelujah. Hallelujah. Ask your son-in-law, daughter-in-law, all people to call upon the name of the Lord. മരുമകളോട് പറയുക, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. Hallelujah. Hallelujah. Ask the neighbors, the in-laws, outlaws, all the community to call upon the name of the Lord. അയൽവാസികളോട്, അമ്മായിയപ്പനോട്, അമ്മായിയമ്മയോട് പറയുക, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. Hallelujah. Hallelujah. I want to declare that once again along with Peter. He says, those who call upon the name of the Lord shall be saved. പത്രോസ് പറഞ്ഞത് ഞാൻ വീണ്ടും ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. Lift up your hands and call upon the name of the Lord. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാലോ, Call out Jesus. ഉറക്കെ വിളിച്ചാലും യേശുവേ, യേശുവേ. Hallelujah. Hallelujah. Whoever shall call upon the name of the Lord shall be saved. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. They shall never perish. അവർ ഒരിക്കലും നശിച്ചു പോവുകയില്ല. Hallelujah. Hallelujah. And
God said, I'll pour out my spirit upon all flesh. കർത്താവ് പറഞ്ഞു സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. There are many categories mentioned there. അവിടെ പല വിഭാഗങ്ങളെ പറഞ്ഞിട്ടുണ്ട്. Number 1, I will pour out my spirit upon sons and daughters. ഒന്നാമത്തേത് പുത്രന്മാരുടെ മേലും പുത്രിമാരുടെ മേലും. But the age is not mentioned. പക്ഷെ അവിടെ പ്രായം പറഞ്ഞിട്ടില്ല. Hallelujah. Hallelujah. Age is not mentioned. അവിടെ പ്രായപരിധി പറഞ്ഞിട്ടില്ല. If you are a son, if you are a daughter of anybody, you can receive the Holy Spirit. നിങ്ങൾ ആരുടെയെങ്കിലും മകനാണെങ്കിൽ മകളാണെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. How many sons and daughters here? ഇവിടെ എത്ര മക്കളുണ്ട്? No age barrier. പ്രായപരിധി ഒന്നുമില്ല. You can receive the Holy Spirit. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം. ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട്. ഒരുപക്ഷെ ഒരു രോഗസൗഖ്യമായിട്ടോ വിടുതലായിട്ടോ അനുഗ്രഹമായിട്ടോ സമാധാനമായിട്ടോ പ്രത്യാശയായിട്ടോ ഒക്കെ ആയിരിക്കാം ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും അങ്ങനെ ഒരു മാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്തുള്ള സന്ദേശങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരവസരം ഞങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ്. എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയങ്ങൾ കാണും. ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വാസ്റ്റായിട്ടുള്ള ചില ഐഡിയകൾ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിനുവേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ബ്ലെസ്സിംഗ് ടുഡേക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നടുവിൽ ചെയ്യുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് 0484422133 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ അയയ്ക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകർ നിങ്ങളെ തിരിച്ചു വിളിക്കും. ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ദയവായി അവരെ അറിയിക്കുക. ആ മേഖലയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളെ ഞങ്ങൾ നേരിട്ട് കാണുന്നില്ലെങ്കിൽ കൂടെയും ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി യേശുവിന് വേണ്ടി ഒരുമിച്ച് നിന്ന് നാം പ്രവർത്തിക്കുമ്പോൾ പുഴുവും തുരുമ്പും കെടുത്തിക്കളയാത്ത അല്ലെങ്കിൽ ഒരിക്കലും നശിപ്പിച്ച് കളയാത്ത സ്വർഗരാജ്യത്തിൽ ഒരു വലിയ നിക്ഷേപവും പ്രതിഫലവും കർത്താവ് നിങ്ങൾക്ക് നൽകും. And the Bible says, I'll pour out my spirit upon the sons and daughters and they shall prophesy. ഞാൻ അവരുടെ മേൽ എൻ്റെ ആത്മാവിനെ പകരം അവർ പ്രവചിക്കും. Meaning they will be a prophetic young generation. അതിന്റെ അർത്ഥം പ്രവാചകന്മാരായ യുവതലമുറയായിരിക്കും അവർ. Hallelujah. Hallelujah. The spirit of prophecy will come upon them. അവരുടെ മേൽ പ്രവചനത്തിന്റെ ആത്മാവ് കടന്നു വരും. Upon our children. നമ്മുടെ മക്കളുടെ മേൽ They'll be a prophetic sons and daughters. അവർ പ്രവചിക്കുന്ന മക്കളായി മാറും. Then Prophet Joel said, upon the young people God will pour out his spirit and they will start seeing visions. യോവേൽ അരുളി ചെയ്തു, യൗവനക്കാരുടെ മേൽ കർത്താവിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ അവർ ദർശനങ്ങൾ ദർശിക്കും. If you look around, many young people, they have no vision in life. നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ പല യുവതി യുവാക്കന്മാർ അവരുടെ ജീവിതത്തിൽ ഒരു ദർശനമില്ല. They are drifting here and there. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിക്കളിക്കുകയാണ്. Many youngsters you can see at malls, in parks and public places, simply wasting their life, living without any vision. പല ചെറുപ്പക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോളുകളിൽ പാർക്കുകളിൽ അങ്ങനെ ചുമ്മാ സമയം ചെലവഴിച്ചുകൊണ്ട് യാതൊരു ദർശനമില്ലാതെ സമയം പാഴാക്കുന്നത് കാണാം. But when the Holy Spirit comes, എന്നാൽ പരിശുദ്ധാത്മ വരുമ്പോൾ all the young people, they will have a vision in their life. എല്ലാ യുവാക്കന്മാർക്കും യുവതിമാർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ദർശനമുണ്ടായിരിക്കും. I'm talking about your sons and daughters. ഞാൻ നിങ്ങളുടെ മക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. If today they have no vision in their life, when the Holy Spirit comes, they will have a definite, clear vision. ഇന്ന് അവരുടെ ജീവിതത്തിൽ ഒരു ദർശനം അവർക്കില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു ദർശനം ഉണ്ടാകാൻ പോവുകയാണ്. Shall we pray for young people? നമ്മൾ യുവതലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Lift your hands. കരങ്ങൾ ഉയർത്തി. Father, we pray, so many youngsters, they have ambitions in life, but Lord, they should have a vision. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നിരവധി ചെറുപ്പക്കാർക്ക് ഒത്തിരി അഭിലാഷങ്ങളുണ്ട്, പക്ഷെ അവർക്ക് ദർശനമില്ലല്ലോ. Holy Spirit, give them a clear vision. പരിശുദ്ധാത്മാവേ, അവർക്ക് വ്യക്തമായ ഒരു ദർശനത്തെ നൽകണം. Give them a clear direction in life. വ്യക്തമായ മാർഗ്ഗനിർദ്ദേശം നൽകണം. Give them clear goals in their life. വ്യക്തമായ ലക്ഷ്യങ്ങൾ അവർക്ക് നൽകണം. Let them have a focus in their lives. അവരുടെ ജീവിതത്തിൽ ജീവിതം കേന്ദ്രീകൃതമാകട്ടെ. All parents are requested to pray for your children right now. എല്ലാ മാതാപിതാക്കളും ഇപ്പോൾ ശബ്ദമുയർത്തി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Pray for your children. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി So that പ്രാർത്ഥിക്കുക. they will have a vision from the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിന്ന് അവർക്കൊരു ദർശനം ലഭിക്കുവാനായി. Hallelujah. Put your hands down. കരങ്ങൾ താഴെയിടാം. Place your hand here. വീണ്ടും നിങ്ങളുടെ കൈ ഇവിടെ വെക്കാം. Everybody say, I hear a sound. എല്ലാവരും പറയാമോ, ഞാനൊരു ശബ്ദം കേൾക്കുന്നു. ഉറക്കെ പറ കുഞ്ഞുങ്ങളെ. ഞാനൊരു ശബ്ദം കേൾക്കുന്നു.
Can you hear the sound? കേൾക്കാമോ? Can you hear the sound of heaven? സ്വർഗ്ഗത്തിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമോ? Can you hear the sound of the wind of the Holy Spirit? പരിശുദ്ധാത്മാവിന്റെ കാറ്റിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമോ? You may say, so far nothing happened in my life. നിങ്ങൾ പറയുമായിരിക്കും, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നിട്ടില്ല. My life is in the state of a dry land. എൻ്റെ ജീവിതം ഒരു ഉണങ്ങി വരണ്ട ഒരു ഭൂമി പോലെയാണ്. Previous to the rain, in the land of Israel, they had 3 years of drought. ഈ മഴയ്ക്ക് മുൻപായി ഇസ്രായേലിൽ എങ്ങും 3 വർഷത്തെ ക്ഷാമമുണ്ടായി. Hello. If you are experiencing any famine in your life, any drought in your life, any dryness in your life, I prophesy, I hear a sound and a huge, mighty downpour of rain you can expect in your life. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്ഷാമം അനുഭവിക്കുകയാണെങ്കിൽ, വരണ്ടിരിക്കുകയാണെങ്കിൽ, വരൾച്ച അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ഞാനൊരു ശബ്ദം കേൾക്കുന്നു, വലിയ ഒരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. അത് നിങ്ങളുടെ മേൽ പെയ്യാൻ പോവുകയാണ്. Come on people, receive it right now. കരങ്ങളെ അടിച്ച് കർത്താവിൽ നിന്ന് സ്വീകരിച്ചാലും. Wow. If you experience famine in your life, I prophesy it is time for you to experience abundance. നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷാമം നിങ്ങൾ അനുഭവിച്ചെങ്കിൽ, ഇതാ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, സമൃദ്ധി അനുഭവിക്കാനുള്ള സമയമായിരിക്കുന്നു. If you experience poverty in your life, spiritually or financially, let me tell you, as a prophet of the Lord, it is time for you to experience prosperity spiritually and materially in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായോ സാമ്പത്തികമായോ നിങ്ങൾ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കർത്താവിൻ്റെ പ്രവാചകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായും സാമ്പത്തികമായും ഭൗതികമായുള്ള നന്മകൾ, സമൃദ്ധി നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറയൂ. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായ സാമ്പത്തികമായ സമൃദ്ധി നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. Ahab cannot hear that. Jezebel cannot hear that. The prophets of the other gods cannot hear that. But I hear a sound. I am the prophet of God. I hear the sound of abundance in my ears. ആഹാബിന് അത് കേൾക്കാൻ കഴിയുകയില്ല, ഇസബേലിന് അത് കേൾക്കാൻ കഴിയുകയില്ല, അന്യ ദൈവങ്ങളെ സേവിക്കുന്ന പ്രവാചകന്മാർക്ക് അത് കേൾക്കുവാൻ കഴിയില്ല. എന്നാൽ കർത്താവിന്റെ പ്രവാചകനായ ഞാൻ ഇതാ ഒരു ശബ്ദം കേൾക്കുകയാണ്, വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. വാഗൊണ്ട് പറ, എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ, എൻ്റെ ദേശത്തിൻ്റെ മേൽ, എൻ്റെ ഗ്രാമത്തിൻ്റെ മേൽ, എൻ്റെ പട്ടണത്തിൻ്റെ മേൽ, എൻ്റെ രാജ്യത്തിൻ്റെ മേൽ ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. ആവർത്തിച്ച് പറ. കൺഫസ്. ഇഫ് യു വാണ്ട് ടു സീ എ മിറക്കിൾ, കൺഫസ് ഇറ്റ്. പ്രോമിസ് കംസ് ഫസ്റ്റ്, visualization, then comes confession, and then comes perseverance. സിസ്റ്ററിൻ്റെ പേര് ലീലാമ്മ എന്നാണ്. തൻ്റെ മകൾ സുജയ്ക്ക് ലഭിച്ച ഒരു അത്ഭുത സാക്ഷ്യത്തിൻ്റെ ടെസ്റ്റിമണിയായിട്ടാണ് താൻ ഇവിടെ നിൽക്കുന്നത്. തൻ്റെ മകൾക്ക് കുറച്ച് നാളുകൾക്ക് മുൻപ് ബ്ലീഡിങ് അധികമായി വന്നു. പരിശോധിച്ച് നോക്കിയപ്പോൾ യൂട്രസിലൊരു മുഴയാണെന്ന് കണ്ടെത്തി. പിന്നീടത് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റി അത് ടെസ്റ്റിന് വേണ്ടി അയച്ചപ്പോഴാണ് ക്യാൻസറാണ് തനിക്ക് ബാധിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് ഡോക്ടർ RCCയിലേക്ക് അവരെ വിടുകയും അവിടെ ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിക്കുകയും ചെയ്തു. കീമോ തെറാപ്പി ഒരു 2-3 എണ്ണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം തൻ്റെ മകള് ക്ഷീണിതയായി ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം താൻ കിടന്ന കിടപ്പിൽ ക്ഷീണിതയായി കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ബ്രദർ ഇപ്രകാരം പറഞ്ഞ്, യൂട്രസിനകത്ത് മുഴ ആയി, ഒരു മുന്തിരിങ്ങ പോലെ ഒരു മുഴയുണ്ടായി,
അതൊരു ക്യാൻസറായി മാറിയ ഒരു വ്യക്തിയെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നുവെന്ന് പറഞ്ഞു. ആ സമയത്ത് പറയുന്നത് ആ കിടപ്പിൽ കിടന്ന ആ സഹോദരി ഇത് എനിക്കാണ് യേശു സൗഖ്യം ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടി എന്നാണ് പറയുന്നത്. ആ സഹോദരി അത് വിശ്വസിച്ചു. ഉള്ളവരെല്ലാം യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു, സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. പിന്നീട് അവർ RCCയിൽ ടെസ്റ്റിന് വേണ്ടി, കീമോയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞു, ഇതുവരെ എടുത്ത കീമോയൊക്കെ ചെയ്തത് മതി, ഇനി കീമോ എടുക്കണ്ട എന്ന് പറഞ്ഞു. പിന്നീട് അവർ നോക്കിയപ്പോൾ ഓരോ പ്രാവശ്യവും ചെക്കപ്പിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതെല്ലാം നോർമലായി എന്നാണ് റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. അവസാനം ഈ ഡിസംബർ മാസം 7-ാം തീയതി അവർ പോയി നോക്കിയപ്പോൾ പറഞ്ഞു, കംപ്ലീറ്റായി ആ ക്യാൻസറിൻ്റെ ഇത് പൂർണ്ണമായി മാറി, കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി എന്നാണ് പറയുന്നത്. ഡോക്ടർ എന്താ പറഞ്ഞത് ക്യാൻസറിന്റെ? അവർക്ക് ഒന്നും അറിയാമേ ഞങ്ങൾ ഇവിടെ SATയിൽ 5 മാസം കിടത്തിയിരുന്നു. ഞങ്ങൾ അവിടെ കിടന്ന് ആകെ എൻ്റെ മകള് പറഞ്ഞു, ഞാൻ ഇനി മരിച്ചു പോകും അമ്മേ, എൻ്റെ 2 കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? 3 വയസ്സുള്ള ഒരു കുഞ്ഞും 9 വയസ്സുള്ള ഒരു കുഞ്ഞും ഉണ്ട്, ഞാൻ എന്ത് ചെയ്യുമെന്ന് അവൾ കണ്ണുനീരോടൊക്കെ പ്രാർത്ഥിച്ച്, പ്രാർത്ഥന ഡയറി അവൾ കൊണ്ടുപോയി എപ്പോഴും പ്രാർത്ഥിച്ച്. അതായത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവൾ ഈ പ്രാർത്ഥന ഡയറി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മക്കളെ എപ്പോഴും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നമ്മളെ ദൈവം കൈവെടിയല്ല, അതുകൊണ്ട് മോൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് സൗഖ്യം തരുമെന്ന് ഞാൻ എപ്പോഴും അവളോട് പറഞ്ഞ് സമാധാനപ്പെടുത്തി. അവളെ അങ്ങനെ 5 മാസമായപ്പം ഞാൻ തന്നെ ഡോക്ടറോട് പറഞ്ഞു, ഇനി ലൂട്ടസ് എടുത്ത് മാറ്റണം, ഞങ്ങൾക്ക് ഇനി വയ്യ എന്ന് പറഞ്ഞ്. അങ്ങനെ അവർ എടുത്ത് മാറ്റി. അത് പത്തോളജിയിൽ റിസൾട്ടിന് വിട്ടപ്പോഴത്തേന് ക്യാൻസറാന്ന് കണ്ടുപിടിച്ചത്. അങ്ങനെയാണത് ക്യാൻസറാന്ന് കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം പിന്നെ ഡോക്ടർ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? പിന്നെ കീമോ അവർ 3 എണ്ണം ഞങ്ങൾക്ക് ചെയ്ത്, 3ാമത്തെ കീമോ സമയത്ത് ഇതുപോലെ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോഴാണ് ഈ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞത്, മുന്തിരി പോലെ വന്ന് മുഴയായ ഗർഭപാത്രത്തിനകത്ത് ഒരു വ്യക്തിക്ക് ക്യാൻസറായിരുന്നു, സൗഖ്യപ്പെടുന്നെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് ബെഡ്റൂമിൽ അവൾ കിടക്കുന്നത്, ഞാൻ ഹാളിലാണ് TV ഇട്ടത്, അവൾ അവിടെ കിടന്ന് ചാടി എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, എൻ്റെ അമ്മച്ചി എന്നെയാ പറഞ്ഞത്, എന്നെ തന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവൾ എൻ്റെ ചേട്ടത്തി, അവിടെ നാത്തൂനെ, അവിടെ അമ്മായിമ്മയെ, അവിടെ ഭർത്താവിനെയൊക്കെ വിളിച്ചങ്ങ് പറഞ്ഞ് ഞാനത് വിശ്വസിച്ച് ഏറ്റെടുത്ത് എൻ്റെയാന്നും പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച്. പിറ്റേ ആഴ്ച ബുധനാഴ്ച ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേന് പറയുന്നു, ഇനി കീമോ ചെയ്യണ്ട, നോർമലായി വരുവാന്ന് പറഞ്ഞ്. ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ വന്ന മാറ്റങ്ങൾ. ആ സഹോദരി കിടപ്പിലായിരുന്നു. പക്ഷെ അത് കേട്ടപ്പോൾ ആ സഹോദരി തിരിച്ചറിഞ്ഞു, അത് ദൈവം ആ സഹോദരിക്ക് വേണ്ടിയിട്ടുള്ള സൗഖ്യത്തെക്കുറിച്ചാണ് ബ്രദർ ഡാമിയിലൂടെ പറയുന്നത്. അങ്ങനെ ആ സഹോദരിയുടെ ശരീരം സൗഖ്യം സ്വീകരിച്ചു. ഇന്ന് അതിനുശേഷം പിന്നെ കീമോ എടുക്കേണ്ടി വന്നിട്ടില്ല. 7-ാം തീയതി പോയപ്പോൾ പറഞ്ഞു നോർമലായെന്ന് പറഞ്ഞു. നോർമലിലും നോർമലായി, ഇപ്പൊ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ഓ, നല്ലൊരു കൈയടി കർത്താവിന്. ഒരു നിമിഷം ഒന്ന് അവരെ നേരെ ഒന്ന് കൈകൾ നീട്ടിക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവളുടെ ജീവിതത്തിൽ ലഭിച്ച സൗഖ്യം നിലനിൽക്കട്ടെ. കർത്താവെ, അവരുടെ ജീവിതത്തിൽ കർത്താവെ മരണകരമായ ഒരു അവസ്ഥയുണ്ടായിരുന്നു, പക്ഷേ ദൈവം അതെല്ലാം മാറ്റി ജീവൻ നിലനിർത്തിയല്ലോ. കർത്താവ്, ഇനി അനേകരോട് കർത്താവിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് പറയുവാൻ അവളെ സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നോർത്ത് പറവൂർ മാർച്ച് 3 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വ്യാപാര ഭവൻ, ചേന്നമംഗലം ജംഗ്ഷൻ, നോർത്ത് പറവൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പുനലൂർ മാർച്ച് 4 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. എബനേസർ ഓഡിറ്റോറിയം, പൈനാപ്പിൾ ജംഗ്ഷൻ, പുനലൂർ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിദ്യാർത്ഥികളും ഈ സമയത്ത് ഓടി വരിക, സ്ക്രീനിനടുത്തേക്ക് വരിക. നിങ്ങളുടെ പഠിക്കുന്ന പുസ്തകങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരീക്ഷ എഴുതുവാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമഗ്രികൾ, ഇൻസ്ട്രുമെൻറ്റ്സ് ബോക്സ്, അതുപോലെ തന്നെ പേന, പെൻസിൽ എല്ലാമായിട്ട് വന്നിരിക്കുക. ഇപ്പോൾ ആൻറ്റി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ,
അവർ പഠിച്ചിട്ടുള്ളതൊക്കെ പരിശുദ്ധാത്മാവെ നീ ഓർപ്പിച്ച് ഉണർത്തുന്ന ദൈവമാണല്ലോ. അതുകൊണ്ട് കർത്താവെ നീ സകലതും ഇവരെ ഓർമ്മപ്പെടുത്തിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏറ്റവും നല്ല രീതിയിൽ കർത്താവെ ഇവർക്ക് പരീക്ഷകൾ എഴുതുവാൻ അങ്ങയുടെ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ് മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു, അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈയുടെ റിസ്റ്റിൽ നീര് വന്നിട്ട് വല്ലാത്ത വേദന അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ട് കീറി രക്തം വന്നുകൊണ്ടിരിക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവെ, അത്ഭുതകരമായ സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അതേത് തരത്തിലുള്ള രോഗമാണെങ്കിലും ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ. വല്ലാത്ത തലവേദനകൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ ഇറങ്ങി വന്ന് സൗഖ്യം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ ചില പൈശാചിക ശക്തികൾ നിമിത്തമായിട്ട് കുടുംബത്തിനകത്ത് എപ്പോഴും അടിക്കടിയായിട്ടുള്ള രോഗങ്ങൾ, അകാല മരണങ്ങൾ, യേശുവിൻ നാമത്തിൽ അത്തരം പൈശാചിക ശക്തികൾ, അതിൻ്റെ ബന്ധനങ്ങൾ ഈ സമയത്ത് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്താൽ അത് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ രക്തം ഇപ്പോൾ ആ കുടുംബാംഗങ്ങളുടെ മേൽ, ആ കുടുംബത്തിനകത്തുള്ള ഓരോ വ്യക്തികളുടെ മേൽ, ആ ഭവനത്തിനകത്തും കർത്താവ് ഇപ്പോൾ ഞങ്ങൾ തളിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി. കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവർക്ക് ജയം അങ്ങ് കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകമായി നന്ദി. എല്ലാ പ്രേക്ഷകരോടും ഞാൻ അറിയിക്കുന്നു, ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വ്യക്തിയോട്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയോട്, നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ മടിക്കരുത്. കാരണം അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, യേശു കർത്താവിന് ഈ പ്രോഗ്രാമിലൂടെ അവരുടെ ജീവിതത്തിലേക്കും ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് വിടുതൽ നൽകാൻ സാധിക്കും. അതുകൊണ്ട് ദയവായി നിങ്ങൾക്ക് പരിചയമുള്ള പ്രിയപ്പെട്ടവരോട് ഈ പ്രോഗ്രാം കാണുവാനായിട്ട് ആവശ്യപ്പെടുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിന് വേണ്ടി ഞാൻ വളരെ ആവേശഭരിതയാണ്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.